നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 25,000 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചാൽ അത് പോസിബിൾ ആണോ, 25,000 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ അത് ഒരു 1,500 തൊട്ട് മേളിലേക്ക് എത്ര വേണേലും ഒരു 1,500 രൂപ ഉണ്ടെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25,000 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ മേഡം പറഞ്ഞ 1,500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. എക്സ്പോർട്ടിങ്ങിന്റെ ഓർഡർ കിട്ടി, പക്ഷേ ഈ ബയ്യർ ജെനുവിൻ ആണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ECGCയുടെ സൈറ്റിൽ തന്നെ കയറിയിട്ട് നമുക്ക് അതിന്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഹായ്, വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പോർട്ട് ഡോക്യുമെന്റേഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന തുടങ്ങുമ്പോൾ ഡോക്യുമെന്റേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പോൾ മേഡം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മേഡത്തോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, എക്സ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ മേഡം അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എക്സ്പോർട്ടിങ് ചെയ്യും, അതിൻ്റെ ഡോക്യുമെന്റേഷൻസ്, പേപ്പർ ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ മേഡം, ജസ്റ്റ് ഒന്ന് സെൽഫ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ബിജി മാത്യു എന്നാണ്. ഞാൻ ഇയാൻ ഓവർസീസുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3.5 വർഷത്തോളമായി. ഡോക്യുമെന്റേഷൻ കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മേഡത്തോട് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എക്സ്പോർട്ടിങ്ങിലേക്ക് വരുമ്പോൾ ആളുകൾ പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ എക്സ്പോർട്ടിൻ്റെ ഡോക്യുമെന്റേഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അപ്പോൾ മേഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എക്സ്പോർട്ട് ഡോക്യുമെന്റേഷൻ കോംപ്ലിക്കേറ്റഡ് ആണോ അതോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല, കോംപ്ലിക്കേറ്റഡ് അല്ല ഒരിക്കലും. നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന, ഏത് രാജ്യത്തിലേക്കാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിലും ഒരിക്കലും നമുക്കത് ഒരു കോംപ്ലിക്കേറ്റഡ് അല്ല. അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സ്പോർട്ട് ഓർഡർ വരുമെന്ന് നോക്കിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഒരു ഓർഡർ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ അടുത്ത് ഒരു എൻക്വയറി വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അവരുടെ അടുത്ത് നിന്ന് അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതൊരു പർച്ചേസ് ഓർഡർ ആയിട്ട് നമ്മൾ വാങ്ങിക്കുക. അവർക്ക് ഏതൊക്കെ ഐറ്റമാണ് അവർക്ക് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയാണ് അവർക്ക് വേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുക. അവർ തരുന്ന ഡോക്യുമെൻ്റ് അഗെയിൻസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊഫോമ ഇൻവോയ്സ് റേസ് ചെയ്യുന്നു. അത് നമ്മൾ പാർട്ടിക്ക് കൊടുത്ത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർ നമുക്ക് അത് കൺഫേം ചെയ്ത് തിരിച്ചു തരുന്നു. നമ്മൾ അത് വെച്ചിട്ട് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. അതിൽ എന്താണ് ഈ പെർഫോമ ഇൻവോയ്സ്? സാധാരണക്കാർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാവും, എന്താണ് പെർഫോമ ഇൻവോയ്സ്? പെർഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ഇൻവോയ്സ് റെഡി ആക്കിയിട്ട് നമ്മളത് കസ്റ്റമറുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് അവർക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അതായത് ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ഇപ്പോൾ അവർക്ക് എന്തൊക്കെയായിരിക്കും പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പ്രൈസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് നമ്മൾ അങ്ങോട്ട് അയക്കുന്നത്. അപ്പൊ അതിനാണ് പെർഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതെ, ഇപ്പൊ നമ്മൾ FOB അല്ലെങ്കിൽ CAF എന്നുള്ള ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് FOB, എന്താണ് CAF? FOB എന്ന് വെച്ചാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മൾ പോർട്ടിൽ എത്തിക്കുന്നത് വരെയുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ FOB ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഫ്രൈറ്റ് വരുന്നില്ല, കസ്റ്റമറാണ് ഫ്രൈറ്റ് പേ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ CIF ആണെങ്കിൽ അത് നമ്മൾ തന്നെയാണ് ഫ്രൈറ്റ് പേ ചെയ്യുന്നത്. പിന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി അവിടെ ഡെസ്റ്റിനേഷൻ പോർട്ടിൽ എത്തുന്നോടും വരെയുള്ള റെസ്പോൺസിബിലിറ്റി അത് നമുക്ക്. FOB എന്ന് പറയുമ്പോൾ നമ്മളുടെ പോർട്ടിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്താൽ മതി. CIF ആകുമ്പോൾ നമുക്കിപ്പോൾ ഏത് പോർട്ടാണ്, ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ UK-യിലാണോ അമേരിക്കയിലാണോ അവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ CIF ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? നമുക്ക് നല്ലത് CIF കൊടുക്കുന്നതാണ്. നമുക്ക് ലൈനിന്റെ ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ആ ഇൻഷുറൻസ് ഇനി പോകുന്ന വഴി എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഈ ഷിപ്പ് പോകുന്ന വഴിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇൻഷുറൻസ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? നമുക്ക് സാധാരണ ഇപ്പോൾ ഇൻഷുറൻസ് കിട്ടുമ്പോൾ ലേറ്റ് ആകുമെന്നൊക്കെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ഇല്ല, നമ്മളത് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ടൈമിൽ തന്നെ. എന്നാലും ഏകദേശം എത്ര ഡ്യൂറേഷൻ ഒക്കെ വരും ഇൻഷുറൻസ് ക്ലെയിം? 3 മന്ത്സിനുള്ളിൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കുമ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമ്മൾ എപ്പോഴും ഒരു 50% എങ്കിലും നമ്മൾ അഡ്വാൻസ് വാങ്ങിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം ഈ ഒരു കൺസൈൻമെന്റ് നടക്കുന്നതിന് ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഇത് ഡ്രോപ്പ് ആയി പോകാമായിരിക്കും. കസ്റ്റമറുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 50% നമ്മളുടെ അടുത്ത് അഡ്വാൻസ് ഫസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതൊരിക്കലും അങ്ങനെ ഡ്രോപ്പ് ആയി പോകത്തില്ല. വൺസ് നമ്മൾ അഡ്വാൻസ് മേടിക്കാതെ ഇപ്പോൾ കസ്റ്റമറിന് വേണ്ടി അവർക്ക് പെർഫോമ ഇൻവോയ്സ് ഉണ്ടാക്കുന്നു, പ്രൈസ് എടുക്കുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സോർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ പുറകിൽ ഒരുപാട് എഫോർട്ടും ഒരുപാട് പൈസയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കസ്റ്റമറിൻ്റെ മൈൻഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്കതൊരു നഷ്ടമായിട്ട് മാറും. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കസ്റ്റമറിൻ്റെ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ സൈഡ് വളരെ സേഫാണ്. പിന്നെ ഒരു 50% അഡ്വാൻസ് എന്ന കസ്റ്റമർ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ ചാൻസ് ഇല്ല, അതായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, വെരി ഗുഡ്.
പിന്നെ നമുക്ക് അറിയേണ്ട അടുത്തൊരു ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്പോർട്ടിങ് ചെയ്യുമ്പോൾ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ. അപ്പോൾ മാഡം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ ഷിപ്പിംഗ് ചിലപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വരും, ഷിപ്പിൽ വെച്ച് എന്തെങ്കിലും ഡാമേജസ് ഒക്കെ വരും. അപ്പോൾ ഇതുപോലുള്ള കംപ്ലയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ECGC പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് ECGCയിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ഡാമേജ് വന്നാൽ നമ്മൾ ഇപ്പോൾ ഈവൻ കസ്റ്റമർ നമുക്ക് പേ ചെയ്യാതിരുന്നാൽ പോലും നമുക്ക് ECGC വഴി നമ്മളുടെ എത്രയാണോ ഇൻവോയ്സ് ആ ഇൻവോയ്സിൻ്റെ 80% വരെ നമുക്ക് തിരിച്ചു കിട്ടും. അതായത് ഇൻവോയ്സിന്റെ 80% നമുക്ക് അതിൻ്റെ അകത്തൊരു പ്രോഫിറ്റും കൂടെ കൂടുന്ന ഒരു എമൗണ്ടിന്റെ 80%. ഇൻവോയ്സ് വാല്യൂന്റെ 80%. അപ്പൊ നമ്മൾ 20% ഒക്കെ മാർജിൻ ഇട്ടിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് മുടക്കിയ എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പോർട്ട് ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, എക്സ്പോർട്ട് ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് കസ്റ്റമറിന് അയക്കുക? അപ്പോൾ അതിനെക്കുറിച്ച് മാഡം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാങ്ക് ത്രൂ ആണ് എങ്ങനെയാണ് എക്സ്പോർട്ട് ഡോക്യുമെന്റ്സ് കസ്റ്റമറിന് കൊടുക്കുക? എക്സ്പോർട്ട് ഡോക്യുമെന്റ്സ് എപ്പോഴും നമ്മൾ ബാങ്ക് ത്രൂ അയക്കുന്നതാണ്, കസ്റ്റമറിന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻസോ ECGC റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലത് ബാങ്ക് ത്രൂ ഡോക്യുമെന്റ്സ് അയക്കുന്നതാണ്. RBIയുടെ റെഗുലേഷനിൽ വരുന്ന രീതിയിൽ നമ്മൾ ബാങ്ക് ത്രൂ ഡോക്യുമെന്റ്സ് അയക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് തന്നെ നമുക്ക് കസ്റ്റമറിന് ഡയറക്റ്റ് ഡോക്യുമെന്റ്സ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഒരു പേയ്മെന്റ് ഒക്കെ ഇപ്പോൾ ഇൻ കേസ് കസ്റ്റമർ തരാതിരിക്കാൻ നോക്കിക്കോ, ഇപ്പോൾ ബാങ്ക് ത്രൂ ആണ് നമ്മൾ കൊടുക്കുന്നതിന് കൂടുതൽ സേഫ്റ്റി ഉണ്ടോ? ഉണ്ട്. RBI എപ്പോഴും പറയുന്നത് ബാങ്ക് ത്രൂ ഡോക്യുമെന്റ്സ് കൈമാറുന്നതാണ് പ്രോത്സാഹിപ്പിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് RBI റെഗുലറൈസ് ചെയ്ത് തരണമെങ്കിൽ തന്നെ കുറേ സമയം എടുക്കും. നമുക്കൊരു കാലതാമസം വരും. ഇൻ കേസ് ഇപ്പോൾ ബയർ നമുക്ക് പേയ്മെന്റ് തരുന്നില്ല, എന്തെങ്കിലും പെൻഡിങ് വരുമോ തരാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്തെടുക്കണമെങ്കിൽ ബാങ്ക് ത്രൂ അല്ല ഡോക്യുമെന്റ്സ് കൊടുത്തെങ്കിൽ കുറച്ച് താമസം വരും. ബാങ്ക് ത്രൂ ആണെങ്കിൽ കാര്യങ്ങൾ വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാൻ കൂടുതൽ താല്പര്യമുള്ളൊരു കാര്യമാണ് ECGC കവറേജ്. ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഇൻഷുറൻസ് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമ്മുടെ ഓഡിയൻസിന് താല്പര്യമുണ്ട്. അപ്പോൾ മാഡം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്താണ് ECGC കവറേജ്? ECGC ഒരു സെമി ഗവൺമെന്റ് സ്ഥാപനമാണ്, വർഷങ്ങളുടെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഏതൊരു ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ നമ്മൾ ഇതിന്റെ പോളിസി നമ്മൾ എടുക്കുക. ഏതൊരു കൺസൈൻമെന്റ് ആണെങ്കിലും നമ്മൾ പോകുന്നതിന് മുന്നേ ECGCയിലെ പോളിസി പ്രീമിയം അടച്ച് അത് ഇൻവോയ്സ് എമൗണ്ടിനനുസരിച്ചുള്ള പ്രീമിയം അടച്ച് നമ്മൾ ECGCയുടെ കവറേജ് എടുക്കുക. സാധാരണ ഒരു ECGC കവറേജിന്റെ പ്രീമിയം എത്ര രൂപയ്ക്കാണ് വരുന്നത്? അത് നമ്മുടെ ഇൻവോയ്സ് വാല്യൂവിനനുസരിച്ചാണ്. അവർ ഒരു കൺട്രി ക്ലാസിഫിക്കേഷൻ കോഡ് ഉണ്ട്, അവർ ഒരു ലിസ്റ്റ് തരും. ആ ലിസ്റ്റ് അനുസരിച്ച് ആ കൺട്രി ക്ലാസിഫിക്കേഷൻ കോഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ ഇൻവോയ്സ് വാല്യൂവിന്റെ എത്ര പെർസെന്റേജ് ആണ് ഓരോ കൺട്രിക്കും ഡിഫറെന്റ് ആണ്. കമ്പാരിറ്റീവ് ഇപ്പോൾ ഗൾഫ് ഒക്കെ ആകുമ്പോൾ റേറ്റ് കുറവായിരിക്കും അല്ലേ? അപ്പോൾ യൂറോപ്പ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഒരു 20 lakhs ഏകദേശം എത്രയൊക്കെ ആയിരിക്കും പ്രീമിയം വരുന്നത്? ഇപ്പം നമ്മൾ ഒരു കാനഡ പോലെയുള്ള ഒരു രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ 0.5% ആണ് അതിന്റെ വളരെ ചെറിയൊരു പ്രീമിയം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ECGC വഴി ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ബയർ ജെന്യുവിൻ ആണോ? ചെക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ആ ബയറുടെ പേരിലുണ്ടെങ്കിൽ നമുക്ക് ECGC വഴി ഇപ്പോൾ ECGCയുടെ റീസെന്റ് ആയിട്ട് ഓൺലൈൻ ഇത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഓൺലൈൻ വഴി നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ വീട്ടിലിരുന്നോ നമ്മുടെ ഓഫീസിൽ നമുക്ക് തന്നെ ചെയ്യാം. നമുക്ക് ECGC പോകേണ്ട കാര്യമില്ല. വേണ്ട. ഓക്കെ, അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആണ്. ഇപ്പം നിങ്ങൾക്കൊരു പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്, ഇപ്പോൾ എക്സ്പോർട്ടിങ്ങിന്റെ ഓർഡർ കിട്ടി പക്ഷേ ഈ ബയ്യർ ജെന്യുവിൻ ആണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ECGCയുടെ സൈറ്റിൽ തന്നെ കയറിയിട്ട് നമുക്ക് അതിന്റെ ജെന്യുവിനിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ബയ്യർ ജെന്യുവിൻ ആണോ, ഇവരെന്തെങ്കിലും ഇതിന് മുമ്പ് എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ, അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 25,000 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചാൽ അത് പോസിബിൾ ആണോ, 25,000 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് മേഡത്തോട് ചോദിക്കാനുള്ളത്, മേഡം ഇപ്പോൾ നമ്മളൊരു എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമം എത്ര ഇൻവെസ്റ്റ്മെന്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും? നമ്മളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി എത്രയാണോ അത് മുഴുവൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ ഒരു കണ്ടെയ്നർ ഫുൾ ആയിട്ട് വേണമെന്നില്ല. നമുക്ക് ഇപ്പൊ പുതിയ റീസെന്റ് ആയിട്ട് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി. നമ്മൾ ലോക്കൽ പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിലും നമ്മളുടെ കയ്യിലുള്ള ഐറ്റം ഏതാണോ അത് നമ്മൾ പാക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ ഒരു കണ്ടെയ്നറിൽ ഒരു ബോക്സ് അയക്കുന്നത് അതുപോലെ തന്നെ അത് പാക്ക് ചെയ്ത് നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ഇവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് നമ്മൾ ഓഫീസിലിരുന്ന് ഓഫീസിലോ വീട്ടിലോ എവിടെയാണെങ്കിലും നമ്മളത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവില് എക്സ്പോർട്ട് ചെയ്യാം. ഏകദേശം ഏറ്റവും കുറഞ്ഞ ചെലവ് എന്ന് പറയുമ്പോൾ എത്ര രൂപയായിരിക്കും?
അത് 10,000 രൂപ ഒരു പാക്കറ്റിന്റെ വെയിറ്റ് അനുസരിച്ചിരിക്കും. എന്നാൽ ഏറ്റവും കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ്. നമുക്കൊരു ചെറിയ ഒരു സാമ്പിൾ അയക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നമ്മൾ അയക്കുന്ന പ്ലേസ് അനുസരിച്ചും കൂടി ഇരിക്കും. അപ്പൊ അത് ഒരു 1,500 തൊട്ട് മേളിലേക്ക് എത്ര വേണേലും ഒരു 1,500 രൂപ ഉണ്ടെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യാന്നായിരുന്നു. അപ്പൊ മേഡം പറഞ്ഞ 1,500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതായത് നമ്മളിപ്പോൾ വിസിറ്റിംഗ് കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രൗഷർ, ടെംപ്ലേറ്റ്സ്, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി എടുത്തുള്ളൂ. ഒരു 1 കിലോ 2 കിലോ ക്വാണ്ടിറ്റി ഒരു 1 കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അയക്കാൻ പറ്റും. അതാണ് ഇപ്പൊ നമുക്ക് വീട്ടമ്മമാര് വീട്ടിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, നമുക്ക് ചെറിയ രീതിയിൽ എക്സ്പോർട്ടിങ് തുടങ്ങാൻ പറ്റുമോ, ഇതിന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മേഡത്തിന് പറയാനുള്ള ഒരു ഒപ്പീനിയൻ ഇതാണ്, നമുക്ക് എത്ര ചെറിയ ക്വാണ്ടിറ്റി വേണമെങ്കിലും ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. 106 രാജ്യങ്ങളിലേക്കാണ് പോസ്റ്റൽ സർവീസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി 106 കൺട്രീസിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. മിനിമം 1,500 രൂപ ഇൻവെസ്റ്റ്മെന്റിൽ വരെ എക്സ്പോർട്ടിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്വസ്റ്റൻ എല്ലാവർക്കും ഒരു വ്യക്തമായ ഒരു ധാരണ ഇതിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു എക്സ്പോർട്ട് ഓർഡർ കിട്ടി, നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഈ ഒരു എക്സ്പോർട്ടിംഗ് ഓർഡർ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ബിസിനസ് സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കിട്ടണം. ഇപ്പോൾ മേഡത്തിനാകുമ്പോൾ ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ സാധാരണ പുതിയതായിട്ട് എക്സ്പോർട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് കുറച്ച് സജഷൻ എന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കാം. എപ്പോഴും നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സാധനങ്ങൾ അതിന് വേണ്ടുന്ന ആ ഒരു കണ്ടെയ്നറിന് വേണ്ടുന്ന സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നീറ്റായിട്ട് ഏറ്റവും കറക്റ്റ് ടൈമിൽ നമ്മൾ അവിടെ ഓർഡർ ഡെലിവറി എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് വേണ്ടത്. പിന്നെ പാക്ക് ചെയ്യുന്ന അവിടുത്തെ നമ്മൾ പാക്ക് ചെയ്യുന്ന പ്രോഡക്ട്സ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ക്ലീൻ ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നമ്മളെല്ലാം ചെയ്ത്, ഈവൻ നമ്മൾ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നത് പോലും നമ്മളത് കറക്റ്റായിട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ബയറുടെ അടുത്ത് നിന്ന് അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരു കംപ്ലൈൻസ് വരത്തില്ല. അതെ. അപ്പം അങ്ങനെ നല്ല കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള സർവീസുകളാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ നമുക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടും. അതുപോലെ തന്നെ കസ്റ്റമറിന്റെ ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം അല്ലേ. അപ്പോൾ അവരുടെ മാർക്കറ്റ് റിക്വയർമെന്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സർവീസ് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സിന് റിപ്പീറ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ബിസിനസ് ശരിക്കും സക്സസ് ആകുന്നത്. ഒരു കസ്റ്റമറിനെ കിട്ടി അവർക്ക് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ഓർഡേഴ്സ് ചെയ്യണം. ആ ഒരു കസ്റ്റമറിൽ നിന്ന് വീണ്ടും നമുക്ക് ബിസിനസ് കിട്ടണം. അപ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. അപ്പോൾ വളരെ നല്ല ഇൻഫർമേഷൻസ് ആണ് നമുക്ക് മേഡം തന്നിട്ടുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള കുറേ സംശയങ്ങളാണ് നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മേഡം അതൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്തു. ഓക്കെ മേഡം, താങ്ക് യു ഫോർ ഗിവിങ് യുവർ വാല്യുബിൾ എക്സ്പീരിയൻസ്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.